നമസ്കാരം. ആലപ്പുഴയിലെ ഏറ്റവും വിസ്തൃതിയുള്ള കാവ്, നാഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന മണ്ണ്, മുഖ്യ പൂജാരി ഒരു അന്തർജനമായ കേരളത്തിലെ ഏക സർപ്പക്ഷേത്രം മണ്ണാർശാല. മുപ്പത് ഏക്കർ വിസ്തൃതിയുള്ള കാവിലാണ് ഈ മണ്ണാർശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപൂർവ സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കാവിൽ വള്ളിച്ചെടി പടർപ്പുകൾക്ക് പോലും സർപ്പരൂപമാണ്. ശിവസർപ്പവും മഹാദേവന്റെ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠ. നാഗരാജാവിന്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ. ശ്രീധർമ്മശാസ്ത്രവും ഭദ്രകാളി ദേവി മറ്റു ഉപദേവതകളുടെയും പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാർശാല ഇല്ലത്തെ മുതിർന്ന അമ്മയാണ്. കുടുംബത്തിന്റെ ഏറ്റവും മുതിർന്ന അംഗത്തിന്റെ പത്നിയാണ് അമ്മ സ്ഥാനത്ത് എത്തുന്നത്. വല്യമ്മ എന്നാണ് അറിയപ്പെടുന്നത്. നാഗരാജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് വല്യമ്മയ്ക്ക്. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ നമ്മൾ മറ്റൊരു ലോകത്തിലെത്തിയ പോലെയാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിനുള്ളിലും പാതയോരങ്ങളിലുമായി 30,000-ഓളം നാഗപ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാഭാരതത്തിലെ കാണ്ഡവനമായി കരുതപ്പെടുന്ന പത്തിയൂർ മുതൽ കുട്ടനാട് വരെയുള്ള വനപ്രദേശം ഒരിക്കൽ അഗ്നിക്കിരയായി. അന്ന് ക്ഷേത്രത്തിന്റെ അടുത്തു വരെ തീജ്വാല എത്തി. പൊള്ളലേറ്റ നാഗങ്ങളെ സന്താന സൗഭാഗ്യമില്ലാത്തതിനാൽ ദുഃഖിതയായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ പത്നി പാല്, തേന്, കരിക്കൻവെള്ളം, മഞ്ഞൾപ്പൊടി എന്നിവ നൽകി രക്ഷപ്പെടുത്തുകയും ഇവിടം വെള്ളം ഒഴിച്ച് തണുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മണ്ണാറിയ ശാലയാണ് പിൽക്കാലത്ത് മണ്ണാർശാലയായി മാറിയത്. സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ആ ബ്രാഹ്മണ സ്ത്രീക്ക് പിന്നീട് 5 തലയോട് കൂടിയ ഒരു സർപ്പശിശുവും ഒരു മനുഷ്യ ശിശുവും ജനിച്ചു. സർപ്പശിശു നാഗരാജാവായി നിലവറയിൽ പോയി. മനുഷ്യ ശിശു ഗൃഹസ്ഥാശ്രമി ആവുകയും ചെയ്തു. കന്നി, തുലാം, കുംഭം എന്നീ മാസത്തിലെ ആയില്യവും മഹാശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിനങ്ങൾ. ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ വന്ന് ഉരുളി കമഴ്ത്തൽ വഴിപാടിനായി എത്തുന്നത്. സന്താനങ്ങളില്ലാത്ത ദമ്പതികൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഉരുളി കമഴ്ത്തിയ സന്താന സൗഭാഗ്യം ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം. പിന്നീട് സന്താനവുമായി വന്ന് ഉരുളി നിവർത്തൽ ചടങ്ങും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. തുലാം മാസത്തിലെ ആയില്യമാണ് മണ്ണാർശാലയിൽ പ്രാധാന്യം. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരാറുണ്ട്. സർപ്പദോഷം അകലാൻ മണ്ണാർശാല ദർശനം അത്യുത്തമമാണ്.